89.6 FM Sargakshetra. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരയിൽ അന്നയാണ് കൂടെ എത്തിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്നത്തെയും പോലെ ഒരു സ്പെഷ്യൽ കോഴ്സിനെ പറ്റിയിട്ട് തന്നെയാണ് കേട്ടോ ഇന്നും സംസാരിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ഇന്നത്തെ കോഴ്സിനെ പറ്റി എനിക്കും വലിയ ധാരണയില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ സമ്മതിക്കുകയാണ്. കാരണം നമുക്കൊരു എക്സ്പേർട്ട് തന്നെ കൂടെയുണ്ട് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നമുക്ക് ക്ലിയർ കട്ട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ. സോ ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ് കേട്ടോ. എഞ്ചിനീയറിംഗിൽ തന്നെ പല മേഖലകളുണ്ട് നമുക്കറിയാം. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖല തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. സോ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡൗട്ട്സും ഇന്നത്തെ ഉയരയിൽ നമുക്ക് തീർക്കാം. എന്തായാലും നമ്മോടൊപ്പം ഇന്ന് കൂടെയുള്ളത് SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഡെപ്യൂട്ടി ഡീനും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന്റെ പ്രൊഫസറുമായിട്ടുള്ള ഡോക്ടർ വരുൺ ജി മേനോനാണ്. ഹായ് സർ. ഹായ് അന്ന. എന്ത് പറയുന്നു? കിടുവായിട്ട് പോകുന്നോ? അടിപൊളിയാണോ? നന്നായിട്ട് പോണു, എല്ലാം നന്നായിട്ട് പോണു. ഓക്കെ, അപ്പോ ജോലിയിലാണോ അതോ ഇപ്പോ ഫ്രീ ആണോ? അല്ല, ജോലിയിലാണ്. ഇപ്പൊ കുറച്ച് ടൈം ഞാനിപ്പോ ഇതായതുകൊണ്ട് ഇതിനു വേണ്ടി മാറ്റി വെച്ചേക്കാണ്. ഓക്കെ. അപ്പൊ എന്തായാലും സർ നമുക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തിയിരിക്കുകയാണെന്നുള്ള കാര്യം തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോ സമാധാനമായിട്ട് നമ്മുടെ സംശയ നിവാരണം നടത്താം. അതെ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ്, അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള വളരെ ഇൻട്രസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കരിയർ ഞാനും സെലക്ട് ചെയ്തെടുത്തത്. ഓക്കെ സാർ. ഓക്കെ, അപ്പൊ എന്തായാലും വരുൺ സാർ ഇന്ന് നമ്മോടൊപ്പം തന്നെ ഉണ്ടാവും ഉയരയില്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മേഖലയെ പറ്റിയിട്ട് നമുക്ക് മൊത്തം അങ്ങോട്ട് അറിഞ്ഞേക്കാം അല്ലേ സാർ? ഓക്കെ, അപ്പോ ആദ്യമായിട്ട് ഞാൻ ഇപ്പൊ തന്നെ ചോദിച്ച ചോദ്യം തന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. എന്താണ് സാർ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു മേഖല? അതിനു മുമ്പ് എന്താണ് എഞ്ചിനീയറിംഗ് എന്ന് നോർമലി നമ്മൾ ഇവിടെ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനോട് ചോദിക്കാറുണ്ട് എന്താണ് എഞ്ചിനീയറിംഗ് എന്ന്. അപ്പൊ അവർക്കും വലിയൊരു പിടുത്തം, പലർക്കും അങ്ങനെ എന്താണ് എഞ്ചിനീയറിംഗ് എന്നൊരു കാര്യം അറിയില്ല. ശരിക്കും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, അതായത് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഒരു എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, ടെക്നോളജി യൂസ് ചെയ്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, അതിനുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫണ്ടമെന്റൽ ഒരു ഫൗണ്ടേഷൻ ആണ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ചുറ്റുമുള്ള പല പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്യുക, അതാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. അതൊരു ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡാണ്. ദാറ്റ് ഇസ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എല്ലാ ഫീൽഡിലും, ഇപ്പൊ സിവിൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും സയൻസിലാണെങ്കിലും എവിടെയാണെങ്കിലും കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോ അതിന്റെ എല്ലാം ഒരു ഫൗണ്ടേഷൻ, ഒരു ഫണ്ടമെന്റൽ ആണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിൽ എങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്നു, ഹാർഡ്വെയറിന്റെ ഡിസൈൻ എന്താണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നമ്മൾ ആൽഗരിതംസ് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ അതിന്റെ എല്ലാം ഒരു കോംപ്രിഹെൻസീവ് ഫൗണ്ടേഷൻ സ്റ്റഡി. സോ ഓവറോൾ കമ്പ്യൂട്ടർ സയൻസ് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് കമ്പ്യൂട്ടർ ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം പല ഫീൽഡിലും, അതാണ് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. സോ ഇത്തരത്തിലുള്ള മേഖലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അപ്പൊ തന്നെ ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിനെ ഒന്ന് അപ്രോച്ച് ചെയ്യേണ്ടി വരും അല്ലേ? അതെ, കമ്പ്യൂട്ടർ സയൻസ് നമുക്കിപ്പോ എല്ലാ ഫീൽഡിലും ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ 5 വർഷം കമ്പ്യൂട്ടർ സയൻസ്, കോവിഡിന് ശേഷം കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗിൽ ഏറ്റവും ഡിമാൻഡ് നിൽക്കുന്ന ഒരു ഫീൽഡാണ് കമ്പ്യൂട്ടർ സയൻസ്. അതിന്റെ ഒരു കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിന് ശേഷം എല്ലാ കാര്യങ്ങളും എവറിത്തിങ് വാസ് ഷിഫ്റ്റഡ് ടു ഡിജിറ്റൽ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പൊ കുട്ടികൾ റിസർച്ച് ചെയ്യുന്നത് എങ്ങനെ മെഷീൻ ലേണിംഗ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റിലെ അവരുടെ പല ടെക്നോളജീസും എങ്ങനെ നന്നാക്കാം അല്ലെങ്കിൽ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം എന്നൊക്കെയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരും ചെയ്യുന്നത്. അപ്പോ കമ്പ്യൂട്ടർ സയൻസിന്റെ ആപ്ലിക്കേഷൻ എല്ലാ ഫീൽഡിലും വളരെ അധികം ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന ഫീൽഡിന് ഒരുപാട് സാധ്യതകളും ഒരുപാട് ഡിമാൻഡും വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഏറ്റവും ക്ലിയർ കട്ട് ഇൻഫർമേഷൻ തന്നെയാണ് എന്താണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്നുള്ളത് നമ്മുടെ വരുൺ സാർ പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മൾ ഇനിയും കുറച്ചധികം കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് മേഖലയെ പറ്റിയിട്ട് അറിയാനുണ്ട്. കേട്ടോണ്ടേയിരിക്കൂ. ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra.
വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പ്രൊഫസർ ഡോക്ടർ വരുൺ ആണ് നമ്മോടൊപ്പം ഇന്ന് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കൂടെ തന്നെയുള്ളത്. സാർ, ഇനി ഈ ഒരു കോഴ്സിൽ വരുന്ന കോർ സബ്ജക്ട്സുകൾ ഏതൊക്കെയാണ്? ഇതിന് നമ്മള് ഇപ്പോ നമ്മള് കേരളത്തിലെ കൂടുതലും കേരള ടെക്നോളജി യൂണിവേഴ്സിറ്റിയാണ് എല്ലാ ബിടെക് കമ്പ്യൂട്ടർ സയൻസിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ നമ്മൾ 4 വർഷമാണ് നമുക്ക് ഉണ്ടാവുക. അതിൽ സെമസ്റ്റർ വൈസ് ആയിരിക്കും. അപ്പൊ 8 സെമസ്റ്റർ ക്ലാസ് ഉണ്ടാവും. ആദ്യത്തെ സെമസ്റ്റർ, ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും ബേസിക്കലി നമ്മൾ +2 കഴിഞ്ഞിട്ടാണ് കുട്ടികളെല്ലാം ജോയിൻ ചെയ്യുന്നത്. അപ്പോ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, ഹെൽത്ത് ആൻഡ് വെൽനസ്, ലൈഫ് സ്കിൽസ്, അപ്പൊ അങ്ങനെയുള്ള സബ്ജക്ട്സും അതിന്റെ കൂടെ തന്നെ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പും. അപ്പൊ എല്ലാ എഞ്ചിനീയറിംഗിന്റെയും ഒരു ഫണ്ടമെന്റൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും പഠിക്കും. ഫൗണ്ടേഷൻ കമ്പ്യൂട്ടർ സയൻസിലെ 1-2 സബ്ജക്ട്സ്, ആൽഗരിതം തിങ്കിങ് വിത്ത് പൈത്തൺ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കും. അതുപോലെ തന്നെ ഫൗണ്ടേഷൻസ് ഓഫ് C പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പൊ ഈ 2-3 സബ്ജക്ട്സ് ആണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ള എല്ലാ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസിന്റെയും ഫണ്ടമെന്റൽസ് നമ്മൾ പഠിക്കും. മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കും. പിന്നെ നമ്മൾ ഹയർ സെമസ്റ്റർ തൊട്ടാണെങ്കിൽ, അതായത് 3rd സെമസ്റ്റർ തൊട്ടാണെങ്കിൽ കൂടുതലും കമ്പ്യൂട്ടർ സയൻസിനോടും റിലേറ്റഡ് സബ്ജക്ട്സ് ആണ് നമ്മൾ പഠിക്കുക. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെ പല കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഏറ്റവും ആദ്യം വരുന്നത് മാത്തമാറ്റിക്സ്. അപ്പൊ പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, ഇവിടെയും മാത്സ് പഠിക്കണോ എന്നൊരു ചോദ്യം. കണക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഓടി വന്നത്. അപ്പൊ ഇവിടെയും കണക്കോ? അതെ. അപ്പോ ശരിക്കും കമ്പ്യൂട്ടർ സയൻസിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് മാത്തമാറ്റിക്സിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഇപ്പൊ മെഷീൻ ലേണിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഒരു സ്ട്രീം എന്തായാലും മാത്തമാറ്റിക്സ് ആണ്. അതിനകത്ത് കാൽക്കുലസ്, ലീനിയർ ആൾജിബ്ര, ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെയുള്ള ഒരു ഫീൽഡ് ഉണ്ട്. പിന്നെ രണ്ടാമത് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. അതാണ് ഒരു ഫണ്ടമെന്റൽ ഇൻ കമ്പ്യൂട്ടർ സയൻസ്. അപ്പൊ അതിനകത്ത് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് സിലബസിലുള്ളത്. പൈത്തൺ, ജാവ, C++. ഇതാണ് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ലാംഗ്വേജസ്. അപ്പൊ അതിന്റെ ബേസിക് പ്രോഗ്രാമിംഗ് പഠിപ്പിക്കും. പിന്നെ ഡേറ്റ സ്ട്രക്ചേഴ്സും ആൽഗരിതംസും. ഇതൊരു വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. കാരണം മിക്ക കമ്പനീസും അവരുടെ റിക്രൂട്ട്മെന്റിന് അവർ ചോദിക്കുന്ന ഈ ഡേറ്റ സ്ട്രക്ചേഴ്സും ആൽഗരിതംസിന്റെ ഫണ്ടമെന്റൽസ് ആണ് പല കമ്പനീസും ചോദിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആൻഡ് ആർക്കിടെക്ചർ. കമ്പ്യൂട്ടറിന്റെ അകത്തുള്ള ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് നമ്മുടെ മെമ്മറിയും CPU-യും ഇൻസ്ട്രക്ഷൻ സെറ്റും മൈക്രോ പ്രൊസസറും കമ്പ്യൂട്ടറിനകത്ത്, നമ്മളെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്നതിന്റെ എല്ലാത്തിന്റെയും ഓർഗനൈസേഷൻ ആണ് വേറെ ഒരു ഫീൽഡ്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടാവില്ല നമ്മുടെ കമ്പ്യൂട്ടർ. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ലിനക്സ് അല്ലെങ്കിൽ വിൻഡോസ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഇൻസ്റ്റലേഷനും അതിന്റെ വർക്കിങ്ങും വേറെ ഒരെണ്ണമാണ്. അതുപോലെ തന്നെ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയും. നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യണ ടെക്നോളജി, എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അപ്പൊ MySQL അങ്ങനെയുള്ള ടെക്നോളജി. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിന് വേറെ കമ്പ്യൂട്ടറിലേക്ക് കണക്ഷൻ, നെറ്റ്വർക്കിംഗ്, ഇന്റർനെറ്റ്, പല കണക്ഷൻ നെറ്റ്വർക്കിംഗ്, അതൊരു വേറൊരു സബ്ജക്ട് ഫീൽഡാണ്. അതിനകത്ത് നമ്മൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി, എന്റെ കമ്പ്യൂട്ടർ എങ്ങനെ നമുക്ക് സെക്യൂർ ചെയ്യണം ഹാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി. അപ്പൊ നെറ്റ്വർക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വരും. അതിന്റെ കൂടെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ദാറ്റ് ഈസ് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യും, എങ്ങനെ ഡെവലപ്പ് ചെയ്യും, ആ പ്രോജക്റ്റ് നമ്മൾ എങ്ങനെ ചെയ്യും, ആ കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്ന ഒരു കാര്യമാണ് ലേറ്റസ്റ്റ് ടെക്നോളജീസ്. ഇപ്പൊ ഒരു അഡ്വാൻറ്റേജ് കമ്പ്യൂട്ടർ സയൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇലക്ടീവ് ചൂസ് ചെയ്യാം. ഒരുപാട് ലേറ്റസ്റ്റ് ടെക്നോളജീസ് വന്നിട്ടുണ്ട്. മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡീപ് ലേണിംഗ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ബിഗ് ഡേറ്റ, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അങ്ങനെ ഒരുപാട് ടെക്നോളജീസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ സബ്ജക്ട്സ് എല്ലാം കുട്ടികൾക്ക് ഇലക്ടീവ്സ് ആയിട്ട് ഏതാണ് ഇഷ്ടമുള്ളത് അതിനെ ബേസ് ചെയ്ത് ഇലക്ടീവ്സ് ആയിട്ടും ചൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ഓവറോൾ പിക്ചർ ഓഫ് ബേസിക് സബ്ജക്ട്സ്. അതെ, അപ്പോ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയുടെ നിരവധി സാധ്യതകളെ പറ്റിയിട്ട് നമ്മൾ ഇന്നത്തെ ഉയരയിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഏറ്റവും ബെസ്റ്റ് ഇൻഫർമേഷൻസ് നമുക്ക് ഷെയർ ചെയ്യാൻ നമ്മോടൊപ്പം SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഡോക്ടർ വരുൺ G. മേനോൻ കൂടെ തന്നെയുണ്ട്. അപ്പോൾ വരുൺ സാർ, നമുക്ക് എന്തായാലും ഒരു പാട്ടൊക്കെ കേട്ട് ചില്ലായിട്ട് തിരിച്ചു വരാം അല്ലേ? ഓക്കെ, അപ്പൊ കേട്ടോണ്ടേയിരിക്കൂ. ഉയരെയാണ്, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ.
ഇന്ന് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന മേഖലയെ പറ്റിയിട്ട് നമ്മൾ അരച്ച് കലക്കി കുടിക്കാൻ പോവാണ്. സോ ഈ ഒരു മേഖലയിലേക്ക് താല്പര്യമുള്ളവരെ നിങ്ങൾക്കിതാ ഒരു വലിയ അവസരമാണ് നമ്മുടെ സർഗക്ഷേത്ര 89.6 FM ഉള്ളത്. സോ ഇന്ന് നമ്മൾ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞു തരാനും നമുക്ക് ഏറ്റവും സൂപ്പറായിട്ട് മനസ്സിലാക്കി തരാനും SEMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ പ്രൊഫസറും അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡെപ്യൂട്ടി ഡീനുമായിട്ടുള്ള ഡോക്ടർ വരുൺ ജി മേനോൻ കൂടെ തന്നെയുണ്ട്. വരുൺ സാർ, നമ്മൾ എന്താണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്നും എന്താണ് അതിൽ വരുന്ന കോഴ്സ് സബ്ജക്ട്സുകൾ എന്നും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി തന്നിരിക്കുകയാണ് ഈ ഒരു സമയത്ത് സാർ. അതോടുകൂടി നമ്മൾ ഇനി അടുത്തൊരു ഡൗട്ട് ചോദിക്കുകയാണ് കേട്ടോ. ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖല ഒരു കരിയർ ആയിട്ട് ഒരു വിദ്യാർത്ഥി എടുക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കണം? വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും എനിക്ക് കൂടുതൽ കേൾക്കുന്നത് പാരന്റ്സിന്റെ അടുത്താണ്. ദാറ്റ് ഇസ് ഞാൻ ഒരു കരിയർ ഗൈഡൻസ് ഫീൽഡിലായിട്ട് ഒരു 10 വർഷമായി. അപ്പൊ പല പാരന്റ്സും നമ്മളെ വിളിച്ചു ചോദിക്കും, എന്റെ സ്റ്റുഡന്റ് എന്റെ മോനെ അല്ലെങ്കിൽ മോളെ കമ്പ്യൂട്ടർ സയൻസിൽ ജോലി അല്ലെങ്കിൽ ബിടെക് എടുക്കണം, എന്താണ് മീൻസ് ഒന്ന് സജഷൻ തരാമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിൽ ജോയിൻ ചെയ്യാനും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനും വേണ്ടിയിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പല കുട്ടികളും ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യം ക്യൂരിയോസിറ്റിയും പാഷൻ ഫോർ ടെക്നോളജിയും. ദാറ്റ് ഈസ് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഇൻട്രസ്റ്റും ആ ഇൻട്രസ്റ്റ് ഫോളോ ചെയ്യാനുള്ള ഒരു പാഷനും. കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്ന് നമുക്ക് കുറച്ചു നേരം വർക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ള ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് കാര്യമുള്ളൂ. അതുപോലെ തന്നെ ഒരു കാര്യമാണ് വില്ലിംഗ് ടു ലേൺ. ദാറ്റ് ഇസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് ചെയ്യുന്ന ടെക്നോളജി ആവില്ല കമ്പ്യൂട്ടർ സയൻസ് നാളെ വരുന്നത്. ടെക്നോളജി എല്ലാ ദിവസവും വളരെ വളരെ പെട്ടെന്ന് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ആഴ്ചത്തെ ടെക്നോളജി ആവില്ല അടുത്ത ആഴ്ച നമ്മൾ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ. അപ്പൊ പുതിയ ടെക്നോളജി പഠിക്കാനുള്ള ഇൻട്രസ്റ്റും അതിനകത്ത് വർക്ക് ചെയ്യാനുള്ള താല്പര്യവുമാണ് ഈ ഫീൽഡിലേക്ക് സെലക്ട് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. പിന്നെ രണ്ടാമത്തത് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റിവിറ്റി, നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു സ്കില്ല് വേണം. എന്തുകൊണ്ട് ആ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യുമ്പോഴോ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രമാണ് ആ ഒരു പ്രോഗ്രാം ഒരു മാർക്കറ്റിൽ സെയിലായിട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ മാർക്കറ്റിൽ കസ്റ്റമേഴ്സിന് കൂടുതൽ ഇൻട്രസ്റ്റ് വരുള്ളൂ. അപ്പൊ ക്രിയേറ്റിവിറ്റിയും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പ്രോബ്ലംസ് സോൾവ് ആസ് എ എഞ്ചിനീയറിംഗ്. ഇപ്പൊ എഞ്ചിനീയറിംഗ് ഫണ്ടമെന്റൽ അനുസരിച്ച് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമ്പ്യൂട്ടർ സയൻസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാണ്ട്, ഇവിടെ പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്, എനിക്ക് പ്രോഗ്രാമിങ്ങിന് അത്ര ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ലോജിക്ക് അങ്ങനെ കിട്ടാറില്ല. ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് എനിക്ക് ഇത്രയും നല്ലൊരു ഫോറം കിട്ടിക്കൊണ്ട് ഞാൻ പറയാണ്, പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ഭാഗം മാത്രമാണ്. ദാറ്റ് 1000-ൽ ഭാഗം മാത്രമാണ് പ്രോഗ്രാമിംഗ്. അതല്ലാതെ ഒത്തിരി ഏരിയാസ് ഉണ്ട്. അപ്പൊ പ്രോഗ്രാമിങ്ങിന് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും കമ്പ്യൂട്ടർ സയൻസിൽ വരാം. ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസും നോൺ പ്രോഗ്രാമിംഗ് ആൾക്കാർക്കും ഉണ്ട്. ഐ തിങ്ക് ഞാൻ ഇതിന്റെ ഈ പ്രോഗ്രാമിൽ കൂടെ തന്നെ ആ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോ ദാറ്റ് ഇസ് വാട്ട് അബൌട്ട് കമ്പ്യൂട്ടർ സയൻസ്. ഒരു പുതിയ ടെക്നോളജി പഠിക്കാനും ആ ടെക്നോളജി യൂസ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ആണ് ഈ ഏരിയയിലേക്ക് വരുന്ന കുട്ടികൾക്ക് വേണ്ടത്. ഓക്കെ സാർ, ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഏത് കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാം എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തോടുള്ള അതറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അതുപോലെ പുതിയ ഇൻട്രസ്റ്റ്, അതായത് പുതിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റുകൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അല്ലേ സാർ? അതെ. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ബോറടിക്കില്ല. പലരും സെയിം ഒരേ മെഷീനിൽ വർക്ക് ചെയ്ത് ബോറടിക്കുന്ന പറഞ്ഞ പോലെ എല്ലാ ദിവസവും നമ്മുടെ എന്താ പറയുക, നമ്മൾ വർക്ക് ചെയ്യണ ഏരിയ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ആവും, നമുക്ക് എന്നും നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ആവും. അപ്പൊ അത് നമ്മുടെ പേഴ്സണൽ ലൈഫിനെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മളും നമ്മുടെ ബേസിക് ഓവർവ്യൂയും നമ്മൾ ഒരിക്കലും സ്റ്റാഗ്നന്റ് ആയിട്ട് പോവില്ല. പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും ഇൻട്രസ്റ്റ് ഉണ്ട്, ക്രിയേറ്റിവിറ്റിയിൽ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമ്പ്യൂട്ടർ സയൻസ് ഇസ് ആൻ ഐഡിയൽ ചോയ്സ്. ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് ഉയരയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടുകൊണ്ടേയിരിക്കൂ ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.
പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന മേഖലയെ പറ്റിയിട്ടാണ് അറിയാനായിട്ട് പോകുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ഫീൽഡിനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മോടൊപ്പം SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രൊഫസർ ഡോക്ടർ വരുൺ ജി മേനോൻ കൂടെ തന്നെയുണ്ട്. സാർ, നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ഏതൊക്കെ ക്വാളിറ്റീസ് ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞു. അത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമായിരുന്നു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ്. ഇത് രണ്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക്. സോ നമ്മൾ അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് സാർ, നമുക്ക് വേറൊരു കാര്യം അറിയാനുണ്ട്. വേറൊന്നുമല്ല, അപ്പോൾ ഈ ഒരു ക്വാളിറ്റീസ് ഉള്ള ഒരു വിദ്യാർത്ഥിയെ നമ്മൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ സ്വയം ആ കുട്ടി ഐഡന്റിഫൈ ചെയ്തു, എനിക്ക് ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് ഉണ്ട്, ഞാൻ ഈ ഒരു കോഴ്സ് ചെയ്യാൻ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ ആള് വില്ലിങ് ആണ് എന്നുള്ളൊരു സമയത്താണെങ്കിൽ ഏത് കോഴ്സാണ് ആ ഒരു വിദ്യാർത്ഥി ചൂസ് ചെയ്യേണ്ടത്? ഇപ്പം നമുക്കറിയാം ഡിപ്ലോമ കോഴ്സുകൾ ഉണ്ടാവും, 3 ഇയർ ഡിഗ്രീസ് ഉണ്ടാവും, BTech ഉണ്ട്, അതുപോലെ ഇപ്പോൾ 4 ഇയർ ഡിഗ്രി നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതിലേതായിരിക്കും ആ കുട്ടി ചൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത്? കമ്പ്യൂട്ടർ സയൻസിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ ഈവൺ ഇന്ത്യ ഓർ അബ്രോഡ്. അപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഓപ്ഷനാണ് BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. അപ്പൊ BTechലാണ് കൂടുതലും സീറ്റ് ഉള്ളത്. പക്ഷേ ആ BTech അല്ലാതെ തന്നെ നമുക്ക് BTech ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്, ഇനി BSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, പിന്നെ വേറൊരു പോപ്പുലർ കോഴ്സാണ് BCA, ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. അപ്പൊ ഈ 4 കോഴ്സസ് ആണ് മെയിൻലി കൂടുതലും ഉള്ളത്. അപ്പൊ ഇതിൽ തന്നെ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് തന്നെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഈയിടെ ഒരു കഴിഞ്ഞ 4-5 വർഷം പല കോളേജിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, ഡാറ്റാ സയൻസ് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി ആൻഡ് ഫോറൻസിക്സ് ഉണ്ട്, IoT ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഉണ്ട്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ഉണ്ട്. അപ്പൊ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഈ പല ഫീൽഡിനോടും ബന്ധപ്പെട്ടുള്ള ഒരുപാട് BTech കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകൾ കഴിഞ്ഞ ഒരു 4-5 വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസും ഉണ്ട്. ദാറ്റ് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BTechഉം MTech കൂടി ഒരുമിച്ച് ചെയ്യാവുന്ന 5 വർഷ പ്രോഗ്രാംസും പല കോളേജസിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ BSc MSc ഒരുമിച്ച് ചെയ്യാവുന്ന 5 ഇയർ പ്രോഗ്രാംസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ BCAയും MCAയും ഒരുമിച്ച് ചെയ്യാവുന്ന ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസും പല കോളേജിലും അവൈലബിൾ ആണ്. അപ്പൊ ഇതാണ് കുറച്ച് ബേസിക് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ്. ഓക്കെ, അപ്പോൾ BTech ആയിരിക്കും ഈ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഒരു വിദ്യാർത്ഥിക്ക് നല്ലത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ സാർ? അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിന്റെ കൂടെ തന്നെ നമുക്ക് ഏതെങ്കിലും ആഡ് ഓൺ പ്രോഗ്രാംസ് ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അവരുടെ ആ ഒരു കരിയർ ഡെവലപ്മെന്റിന് വേണ്ടി. അന്നെ പറഞ്ഞതോട് ഒന്നുകൂടി ഞാൻ തിരുത്തിക്കോട്ടെ, BTech ആണ് നല്ലത് ഞാൻ പറഞ്ഞിട്ടില്ല. BTech ആണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കോഴ്സുകൾ. എല്ലാ കോഴ്സുകൾക്കും അതിന്റേതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം ഉണ്ട്. BTech ആണ് കൂടുതൽ കുട്ടികളും സെലക്ട് ചെയ്യുന്നത്, കാരണം കൂടുതൽ സീറ്റ്സും ഉണ്ട്. ഒരു എഞ്ചിനീയറിംഗ് മൈൻഡ് സെറ്റിലാണ് ആ കോഴ്സ് പഠിപ്പിക്കുന്നത്, ഒരു പ്രോബ്ലം സോൾവിംഗ് മൈൻഡ് സെറ്റിലാണ് ആ കോഴ്സ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് അധികം സാധ്യതകൾ കാണുന്നു. കൂടുതൽ കമ്പനീസ് വന്ന് BTech സ്റ്റുഡൻസിനെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ കറക്റ്റിംഗ് മീ. ആൻഡ് നമ്മൾ നേരത്തെ ചോദിച്ച ഒരു കാര്യം, അതായത് ഈ ഒരു BTechന്റെ കൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോഗ്രാംസിന്റെ കൂടെയോ നമുക്കൊരു ആഡ് ഓൺ കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കരിയർ ഡെവലപ്മെന്റിന് നല്ലതായിരിക്കും, ഒരു അഡ്വാൻറ്റേജ് പോലെ? അതെ, അത് വളരെ ഒരു റിലവന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നെ ചോദിച്ചത്. കാരണം ഒരു കമ്പനി ഒരു റിക്രൂട്ട്മെന്റ് വരുമ്പോൾ ജോലിക്ക് വേണ്ടി മാത്രമല്ല, നമുക്കിപ്പോൾ BTech എന്നൊരു ഡിഗ്രി നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ എല്ലാ വർഷവും BTech കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോ എന്താണ് അഡീഷണൽ സ്കിൽസ് ഓരോ കുട്ടികളുടെ അടുത്ത് ഉള്ളത് എന്നാണ് പല കമ്പനീസും റിക്രൂട്ടേഴ്സും നോക്കുന്നത്. അപ്പോൾ BTech ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ആഡ് ഓൺ പ്രോഗ്രാംസ്, അതായത് ഏതെങ്കിലും പുതിയൊരു ടെക്നോളജിയിൽ ഇപ്പൊ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, അല്ലെങ്കിൽ IoT, ബിഗ് ഡാറ്റ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഏരിയാസിൽ നമ്മളൊരു ആഡ് ഓൺ കോഴ്സ് കൂടി ചെയ്ത് ഒരു ഇൻഡസ്ട്രി സർട്ടിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു റിക്രൂട്ട്മെന്റിന് പോകുമ്പോൾ അതിന് നല്ലൊരു വാല്യൂ ആണ്. കാരണം ഒരു കമ്പനി വരുമ്പോൾ 100 പേര് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർക്ക് 10 പേരെ ആയിരിക്കും വേക്കൻസി വേണ്ടി വരിക. അപ്പൊ അവർ നോക്കുമ്പോൾ ഈ ഒരു അഡീഷണൽ സർട്ടിഫിക്കേഷൻ എടുത്ത കുട്ടികളെ അവർ കൂടുതൽ പ്രിഫർ ചെയ്യും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുട്ടികൾ എപ്പോഴും ചോദിക്കാറുണ്ട്, BTechന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എനിക്ക് ഫണ്ടമെന്റൽ ആയിട്ട് ഞാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒരു റിക്രൂട്ട്മെന്റിന് പോകുമ്പോൾ. അപ്പോൾ അവിടെ ഒരു കാര്യം, അവിടെ ഈ ആഡ് ഓൺ കോഴ്സും ഇതിന് നമ്മൾ പറയുന്ന MOOC കോഴ്സാണ്, MOOC, മാസീവ് ഓൺലൈൻ കോഴ്സാണ് പറയുന്നത്. അപ്പോൾ ഈ കോഴ്സുകളും അഡീഷൻ ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോഴത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഓൺലൈനിൽ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ NPTEL പ്ലാറ്റ്ഫോം നമ്മുടെ IIT മദ്രാസും ബാക്കിയുള്ള IITs കൂടി നടത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, സർട്ടിഫിക്കേഷൻ പ്ലാറ്റ്ഫോംസ്.
അതുപോലെ തന്നെ യൂഡമി, കോഴ്സറ, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അവിടെ കുട്ടികൾക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഈ ഓരോ ടെക്നോളജിയിലുള്ള ആഡ് ഓൺ കോഴ്സുകൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കേരള APJ അബ്ദുൽ കലാം കേരള ടെക്നോളജി യൂണിവേഴ്സിറ്റിയിൽ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്, മൈനർ ആൻഡ് ഓണർ പ്രോഗ്രാം എന്ന് പറയും. ദാറ്റ് ഇസ് മൈനർ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇലക്ട്രോണിക്സോ ഇലക്ട്രിക്കലോ ഉള്ള സബ്ജക്ട്സ് മൈനറായിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ മെക്കാനിക്കലിലും സിവിലിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ വന്ന് മെഷീൻ ലേണിംഗും ഡീപ് ലേണിംഗും ഒക്കെ പഠിക്കാനുള്ള ഓപ്ഷൻ ആണ് മൈനർ എന്നൊരു പ്രോഗ്രാം. അതുപോലെ തന്നെ ഓണർ എന്ന പ്രോഗ്രാം ഉണ്ട്. ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നമ്മള് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് അഡീഷണൽ ആയിട്ട് 3-4 സബ്ജക്ട്സ് എടുത്ത്, ദാറ്റ് ഈസ് അവരുടെ സിലബസിൽ ഇല്ലാത്ത സബ്ജക്ട്സ് എടുത്ത് ഓണേഴ്സ് ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ സബ്ജക്ട്സ് എല്ലാം പഠിച്ച് അതിലൊരു പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ഓണേഴ്സ് എന്നൊരു ഡിഗ്രി കൂടി അവർക്ക് കിട്ടും. അപ്പൊ ഇതെല്ലാം ഞാൻ പറയാൻ കാരണം എന്ന് പറയുമ്പോൾ ഒരു റിക്രൂട്ട്മെന്റ് കമ്പനീസ് വരുമ്പോൾ അവരുടെ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ അപ്പൊ അതിനകത്ത് ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ഓണേഴ്സ് അല്ലെങ്കിൽ മൈനർ എന്ന് കാണുമ്പോൾ ദാറ്റ്സ് ആൻ ആഡഡ് അഡ്വാൻറ്റേജ് ഓവർ അതർ സ്റ്റുഡൻസ്. അതാണ് ഇത് പറയാനുള്ള ഒരു കാര്യമായിട്ട് ഞാനോട് പറഞ്ഞത്. ഓക്കെ, അത് തന്നെയാണ് ഇനി അടുത്തതായിട്ട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചൊരു കാര്യം. ഇനിയും നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ അറിയാനുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം കൂടെയുള്ളത് അന്ന. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞു തരാനും നമുക്ക് ഏറ്റവും സൂപ്പറായിട്ട് മനസ്സിലാക്കി തരാനും SEMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ പ്രൊഫസറും അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡെപ്യൂട്ടി ഡീനുമായിട്ടുള്ള ഡോക്ടർ വരുൺ ജി മേനോൻ കൂടെ തന്നെയുണ്ട്. സർ, ഇനി ഇന്റർവ്യൂവിന് പോകുന്ന സമയത്താണെങ്കിലും നിരവധി ബിടെക് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവർ എപ്പോഴും യുണീക്കായിട്ട് നമുക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് വരണമെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് വേണമല്ലോ. അപ്പോൾ ഈ ഒരു ആഡ് ഓൺ കോഴ്സ് അവരെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും അല്ലേ? അതെ. അപ്പൊ ആഡ് ഓൺ കോഴ്സിന് കൂടെ തന്നെ കുറച്ച് ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു 10 പോയിന്റ് കാര്യങ്ങളുണ്ട് കുട്ടികളോട്. ദാറ്റ് ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ഒന്ന്, ബേസിക്കലി ഞാൻ പല ഇന്റർവ്യൂ പാനലിലും ഞാൻ മെമ്പർ ആയിരുന്നു. അപ്പൊ നമ്മൾ അറിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ ഓഫ് ഓൾ ദി സബ്ജക്ട്സ്, നമ്മൾ പഠിച്ച എല്ലാ സബ്ജക്ട്സിനും ബേസിക്സ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആയിരിക്കണം. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇഫ് യു ക്യാൻ സ്റ്റഡി പൈത്തണോ സിയോ C++ഓ ജാവയോ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഈവൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അത്രയ്ക്ക് ഇൻഡെപ്ത് അറിയില്ലെങ്കിലും ആ ലോജിക്ക് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ചെറിയൊരു ഡെഫിനേഷനെങ്കിലും നമുക്കൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അറിയില്ല എന്ന് പറയരുത്, എന്തെങ്കിലും ഒരു പറയാൻ ഡയലോഗ് ഉണ്ടായിരിക്കണം അല്ലേ? അതെ. അതുപോലെ തന്നെ പല കമ്പനീസും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് പകരം അവർ ചോദിക്കുന്നത് അതിന്റെ ആൽഗോരിതം എഴുതാൻ വേണ്ടി ചോദിക്കുന്നത്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കുട്ടിക്കും സുഖമായിട്ട് അത് എഴുതാൻ പറ്റും. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ട് അല്ല പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബിടെക് പഠിക്കുമ്പോൾ മിനി പ്രൊജക്റ്റും മെയിൻ പ്രൊജക്റ്റും ചെയ്യും. അപ്പൊ ഈ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ നല്ല പ്രൊജക്റ്റുകൾ ചെയ്യുക. അഡ്വാൻസ് ടെക്നോളജിയിൽ കുറച്ച് ആപ്ലിക്കേഷൻ പ്രൊജക്ട്സ് ചെയ്യുക. കാരണം മിക്ക റിക്രൂട്ടിംഗ് കമ്പനീസും അവർ നോക്കുന്നത് നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രൊജക്ട്സ് നല്ലതാണോ, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊരു കാര്യം എല്ലാവരും ക്ലിയർ ആയിട്ട് ചോദിക്കും. അപ്പോ പ്രൊജക്ട്സ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഡ് ഓൺ പ്രോഗ്രാംസ് ഇൻ എനി ലേറ്റസ്റ്റ് ടെക്നോളജി. അപ്പോ ഇഷ്ടംപോലെ ടൈം ഉണ്ട്. ഒരു ഫസ്റ്റ് സെമസ്റ്റർ തൊട്ട് 8ാം സെമസ്റ്റർ ടൈം ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള ഏതെങ്കിലും ഒരു ടെക്നോളജിയിൽ 1-2 ആഡ് ഓൺ പ്രോഗ്രാംസോ ഇൻഡസ്ട്രി സർട്ടിഫിക്കേഷൻസോ എടുക്കാം. അതുപോലെ തന്നെ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ GitHub പ്രൊഫൈൽ. ഇപ്പോൾ GitHub പ്രൊഫൈൽ എന്ന് പറയുന്ന പല കുട്ടികൾക്കും അറിയില്ല. നമ്മൾ ചെയ്യുന്ന പ്രൊജക്ട്സും പ്രോഗ്രാംസും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് GitHub. അപ്പൊ പല കമ്പനീസും ഇപ്പൊ ചോദിക്കുന്നത് റിക്രൂട്ട്മെന്റിന് സിവിക്ക് പകരം സെൻഡ് മീ യുവർ GitHub പ്രൊഫൈൽ ലിങ്ക് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അവർ ചെയ്ത വർക്ക് എന്താണെന്ന് അവർക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം അല്ലേ? യെസ്. അപ്പൊ അവർ ചെയ്ത വർക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റിന് മുമ്പ് അവർ ചോദിക്കുന്നത് GitHub പ്രൊഫൈൽ ലിങ്ക് ഒന്ന് അയച്ചു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതും നിങ്ങളൊന്ന് സ്റ്റുഡൻസ് എല്ലാവരും ഒന്ന് GitHub പ്രൊഫൈലും ലിങ്ക്ഡിൻ പ്രൊഫൈലും ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ കമ്പനീസിന്റെയും മിക്ക കമ്പനീസിന്റെ ഒരു ബേസിക് ഫസ്റ്റ് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും. അതിനകത്ത് ചോദിക്കുന്ന ഒരു 3-4 കാര്യങ്ങളാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസും ലോജിക്കൽ റീസണിംഗ് ക്വസ്റ്റ്യൻസും വെർബൽ എബിലിറ്റി ക്വസ്റ്റ്യൻസും ആണ് നോർമലി ചോദിക്കുന്നത്, അലോങ് വിത്ത് നമ്മുടെ ആൽഗരിതം.
അപ്പൊ അതിന്റെ മിക്ക എഞ്ചിനീയറിംഗ് കോളേജിലും അതിനൊക്കെ ഹെൽപ്പിങ്ങിന് വേണ്ടി ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോളേജിലൊക്കെ 10 to 15 days ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആണെങ്കിൽ ഐ എം പ്രോമിസ് യു ദാറ്റ് നമുക്ക് 4, 5, 6 ജോബ് ഓപ്പർച്യൂണിറ്റി നമുക്ക് എന്തായാലും കിട്ടും. ഓക്കെ സർ, നമ്മൾ എന്തായാലും ഇപ്പൊ തന്നെ അറിഞ്ഞത് ഏതൊക്കെ കോഴ്സുകളാണ് നമുക്ക് ആദ്യം തന്നെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന്, അതുപോലെ നമ്മൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നും കൂടെ ഏതൊക്കെ തരത്തിലുള്ള ആഡ് ഓൺ കോഴ്സുകളാണ് അതിനോടൊപ്പം ചെയ്യേണ്ടതെന്നും, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ആഡ് ഓൺ കോഴ്സുകളാണ് ചെയ്യേണ്ടതെന്നും ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും വരുൺ സാർ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു സമയമാണ്. സോ ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയൊരു ബ്രേക്ക് വേണം. അതുകൊണ്ട് ഒരു പാട്ടൊക്കെ കേട്ട് നമുക്ക് തിരിച്ചു വരാം അല്ലേ സർ? കേട്ടുകൊണ്ടേയിരിക്കൂ ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ ഉയരയിലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന മേഖലയെ പറ്റിയിട്ടാണ് അറിയാനായിട്ട് പോകുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന മേഖലയെ പറ്റിയിട്ടാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡെപ്യൂട്ടി ഡീനും അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന്റെ പ്രൊഫസറുമായിട്ടുള്ള ഡോക്ടർ വരുൺ ആണ് നമ്മോടൊപ്പം ഇന്ന് ഉയരയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. വരുൺ സാർ, നമ്മൾ കുറേയധികം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണിത്. ഈ ഒരു സമയത്തെ ഒരു പ്രശ്നമായിട്ട് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ വിഷമം പറയുന്ന ഒരു ഡയലോഗ് കൂടിയാണ്. ലൈക്ക് നമ്മൾ ആകാശത്തിലേക്കൊരു കല്ല് എറിഞ്ഞു കഴിഞ്ഞാൽ അത് താഴെ വീഴുമ്പോൾ ഒരു ബിടെക്കുകാരുടെ തലയിലായിരിക്കും വീഴാന്നുള്ളൊരു ഒരു പ്രശ്നം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എപ്പോഴും വരാറുണ്ട്. സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം വിഷമിപ്പിക്കുന്നതാണെന്ന് പല സ്റ്റുഡൻസിന്റെ കാര്യങ്ങളും കേൾക്കുമ്പോൾ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഡെയിലി ലൈഫിൽ അനുഭവിക്കുന്നവരും കുറേയധികം ആളുകളുണ്ടാവും. അവർ ചൂസ് ചെയ്യുന്ന മേഖലയിലായിരിക്കും അവർക്ക് തെറ്റുപറ്റുന്നത് പലപ്പോഴും. ആണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു 10 കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് അതായത് പറഞ്ഞാൽ ഏത് സ്റ്റുഡന്റും ജോലി കിട്ടും, ജോലി കിട്ടാതിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ പല കുട്ടികളും കമ്പ്യൂട്ടർ സയൻസ് എന്താ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് അറിയാതെയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഞാൻ ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് പല കോളേജിലും പലയിടത്തും കരിയർ ഗൈഡൻസ് ടോക്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർക്ക് ആ പ്രോഗ്രാം എന്തിനാ എടുത്തതും ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നൊരു ഗോൾ ആർക്കുമില്ല, ഒരു ഐഡിയ ഇല്ല ആർക്കും. അപ്പൊ അതൊരു വലിയ ഇഷ്യൂ ആണ്. അപ്പോ കുട്ടികൾക്ക് ക്ലിയർ ആയിട്ട് നമുക്കൊന്ന് അറിയണം, അവർക്ക് ക്ലിയർ ആയിട്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്നൊരു ഗോൾ സെറ്റ് ചെയ്താൽ മാത്രമാണ് അവർക്ക് അതിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ഓക്കെ സാർ, അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന്റെ ജോലി സാധ്യതകളെ പറ്റിയിട്ടാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. നമ്മൾ ആ ഡയലോഗ് മാറ്റി കുറിക്കാൻ പോവാണ്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ ആക്ച്വലി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ അടുത്തായിട്ട് കഴിഞ്ഞൊരു കോവിഡിന് ശേഷവും ഒത്തിരി പുതിയ ജോലി സാധ്യതകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ എപ്പോഴും ജോയിൻ ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലാണ്. ദാറ്റ് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻസും ഓരോ കമ്പനീസിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഡെവലപ്മെന്റിലാണ് കൂടുതൽ കുട്ടികളും ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ, ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ, ബാക്ക് എൻഡ് ഡെവലപ്പർ, അങ്ങനെ ഡിഫറെന്റ് ഏരിയാസിലുള്ള ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള ജോയിനിങ് ആയിട്ട് പല കുട്ടികളും ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാം, സോഫ്റ്റ്വെയർ ആർക്കിടെക്ട് ആവാം, ചീഫ് ടെക്നോളജി ഓഫീസർ ആവാം. അപ്പോൾ CEO വരെ ആവാനുള്ള ഒരു പാത്ത് അവിടെ സെറ്റ് ആണ്. അപ്പോൾ അതൊരു ഓപ്ഷനാണ്. കൂടുതലും കമ്പനീസ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ഏരിയാസ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ്. അതുപോലെ തന്നെ വെബ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റും ആപ്പ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പുതിയ വെബ്സൈറ്റ്സും വെബും ആപ്ലിക്കേഷൻസും ഡെവലപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കുട്ടികൾക്ക് അതൊരു ഏരിയ ആണ്. പ്ലസ് ഇപ്പോ കഴിഞ്ഞൊരു കുറച്ച് നാളായിട്ടുള്ള ഒരു വളരെ പോപ്പുലർ ഏരിയ ആണ് ഡേറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ്. ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഇപ്പൊ ഞാനും എന്നെ കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി ഡേറ്റ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഡേറ്റ ലോകത്തുള്ള എത്രയോ മില്യൺ ഡിവൈസുകളിലും ഒരുപാട് ഡേറ്റ ജനറേറ്റ് ചെയ്യാണ്. ഈ ഡേറ്റ എവിടെ സ്റ്റോർ ചെയ്യണം, ആ ഡേറ്റയിൽ നിന്ന് എങ്ങനെ ഒരു പ്രഡിക്ഷൻ കൊണ്ടുവരണം, അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഡേറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ്. അപ്പൊ അതിനകത്ത് ഡേറ്റ സയന്റിസ്റ്റ്,
ബിസിനസ് അനലിസ്റ്റ്. ദാറ്റ് മീൻസ് ഒരു കമ്പനി അടുത്ത 5 വർഷത്തേക്ക് എത്രത്തോളം ഒരു പുതിയൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, ഏതൊക്കെ പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരണം, അങ്ങനെയുള്ള പ്രൊഡിക്ഷൻസ് എല്ലാം കൊണ്ടുവരാൻ പറ്റുന്ന ഫീൽഡാണ് ഡേറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ്. അപ്പൊ അതിനകത്ത് ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ ആർക്കിടെക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ അകത്ത് തന്നെ ഇപ്പൊ ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് നമ്മുടെ കോളേജിലുണ്ട്. അതുപോലെ തന്നെ പല കോളേജിലും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു ഏരിയ ആണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട്. സോ നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന്റെ വിവിധ മേഖലകളെ പറ്റിയിട്ടാണ്. പക്ഷേ ഇനിയും കുറേ അധികം കാര്യങ്ങൾ അറിയാനുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു പാട്ടൊക്കെ കേട്ട് ഒന്ന് ചില്ലായിട്ട് തിരിച്ചു വരാനാണ് ഉദ്ദേശം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഉയരെ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. You're listening to സർഗക്ഷേത്ര 89.6 FM. ഉയരെയാണ്, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരയിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മോടൊപ്പം SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പ്രൊഫസർ ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡെപ്യൂട്ടി ഡീൻ ഡോക്ടർ വരുൺ സാറാണ് കൂടെയുള്ളത്. സോ നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നതും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന്റെ വിവിധ മേഖലകളെ പറ്റിയിട്ടാണ്. സോ സാർ, ഈ ഫീൽഡിലുള്ള മറ്റു മേഖലകളെ പറ്റിയിട്ട് നമുക്കറിയണം. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. ഇപ്പോ നേരത്തെ തൊട്ട് ഏറ്റവും എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 5-6 വർഷം ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് AI, മെഷീൻ ലേണിംഗ്. എനിക്ക് തോന്നുന്നു ChatGPT ആണ് ഇത് ഏറ്റവും കൂടുതൽ ഇപ്പൊ പോപ്പുലറൈസ് ചെയ്തേക്കുന്നത്. നമുക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ ChatGPT-ലാണ് നമ്മൾ റെഫർ ചെയ്യുക. അതെ അതെ, ജസ്റ്റ് ഇപ്പൊ നമ്മള് അടുത്ത ആളോട് എങ്ങനെ ഒരു ഹായ് പറയണം എന്ന് തന്നെ നമ്മൾ ചോദിക്കും ചിലപ്പോ ChatGPT-യോട്. അതെ അതെ, ഇപ്പൊ കുട്ടികളുടെയൊക്കെ ലീവ് ലെറ്റർ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരും. കാരണം ChatGPT ഇട്ട് ഭയങ്കര പോളിഷ്ഡ് ലാംഗ്വേജ്, ഭയങ്കര സൂപ്പർ ആയിട്ടാണ് ഓരോ ലീവ് ലെറ്റർ ഒക്കെ നമ്മുടെ അടുത്ത് വരിക. എനിവേ, അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും മെഷീൻ ലേണിംഗിലും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് എഞ്ചിനീയേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അതൊരു ഫീൽഡാണ്. പിന്നെ അതുപോലെ തന്നെ വളരെയധികം സാധ്യതയുള്ള ഒരു ഫീൽഡാണ് സൈബർ സെക്യൂരിറ്റി ഫീൽഡ്, സെക്യൂരിറ്റി ഇൻ കമ്പ്യൂട്ടിംഗ്. അപ്പോ റീസെന്റ് സ്റ്റഡീസ് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നമുക്ക് ആവശ്യമുള്ളതിൽ 30% സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റുകളെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ അത്രയും ജോലി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനകത്തുള്ള സാലറിയും വളരെ ഹൈ ആണ്. അപ്പോ സൈബർ സെക്യൂരിറ്റിയിൽ അകത്ത് തന്നെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും കുട്ടികൾ ചോദിക്കുന്നത് സാറേ ഹാക്കിംഗ് ആണോ എന്ന് ചോദിക്കാം. അപ്പൊ കാരണം സിനിമയിൽ കൂടുതൽ കാണുന്നത് ഹാക്കിംഗ് ആണ്. അപ്പൊ അതല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹാക്കിംഗ് അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ എല്ലാ ഓർഗനൈസേഷൻസിനും എത്തിക്കൽ ഹാക്കേഴ്സും സെക്യൂരിറ്റി അനലിസ്റ്റുകളെയും ആവശ്യമുണ്ട്. അപ്പൊ അത്രയും ലോകത്ത് എത്രത്തോളം ഹാക്കിംഗ് ഉണ്ടോ അത്രത്തോളം തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആൾക്കാരെ ആവശ്യമുണ്ടാവും. അപ്പൊ അവിടെ ഒരു വലിയൊരു ജോലി സാധ്യതയുള്ള ഒരു ഏരിയ ആണ് സൈബർ സെക്യൂരിറ്റി. അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എഞ്ചിനീയേഴ്സ്, ഡെവോപ്സ് എഞ്ചിനീയേഴ്സ്. അപ്പൊ ഇവിടെ പറയുമ്പോൾ നേരത്തെ ചോദിച്ച ആഡ് ഓൺ കോഴ്സുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ അകത്ത് മൈക്രോസോഫ്റ്റിന്റെ അഷ്യൂറിന്റെ ഒരു ആഡ് ഓൺ കോഴ്സ് ഉണ്ട്. അത് സ്റ്റുഡൻസിന് ഫ്രീ ആണ്. അപ്പൊ മൈക്രോസോഫ്റ്റ് സർട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും, ആ കോഴ്സ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ്മെന്റിനൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ കമ്പനി ആണെങ്കിൽ അവർ പെട്ടെന്ന് ആ കുട്ടിയെ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതാണ് നമ്മൾ നേരത്തെ നമ്മുടെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് ഇപ്പൊ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് സെമസ്റ്ററോ തേർഡ് സെമസ്റ്ററോ തൊട്ട് അതിലൊരു 2-3 ആഡ് ഓൺ കോഴ്സ് ചെയ്ത് അതിലൊരു പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കമ്പനി റിക്രൂട്ട്മെന്റ് വരുമ്പോൾ ആ കമ്പനിക്ക് എന്തായാലും ആ കുട്ടിയെ എടുക്കാനും കൂടുതൽ ഹൈ സാലറി കൊടുക്കാനുള്ള ഇൻട്രസ്റ്റും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഏരിയ ആണ് നെറ്റ്വർക്കിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ. നേരത്തെ പ്രോഗ്രാമിംഗിന്റെ അധികം ആവശ്യമില്ല, റൗട്ടേഴ്സും നെറ്റ്വർക്ക്സ് ഒക്കെ കോൺഫിഗർ ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് നെറ്റ്വർക്കിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ തന്നെ വളർന്നു വരുന്ന വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഏരിയ ആണ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരുപാട് റോബോട്ടിക് സ്റ്റാർട്ടപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെഷീൻ ലേണിംഗും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടി കമ്പൈൻ ചെയ്ത് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ ക്രിയേറ്റീവ് ആയിട്ട് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും യൂസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ ടെക്നോളജി പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് ഇത് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. പല കമ്പനീസും ഓൾറെഡി റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതൊരു ഏരിയാസ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ചെറിയൊരു ഫീൽഡ് എല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മേഖലകളും ഒരുപാടുണ്ട്. നമ്മൾ ഇനിയും അറിയാൻ പോകുന്നുണ്ട് ഉയരയിൽ. കേട്ടോണ്ടേയിരിക്കൂ. ദിസ് ഇസ് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.
വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പ്രൊഫസർ ഡോക്ടർ വരുൺ ആണ് നമ്മോടൊപ്പം ഇന്ന് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കൂടെ തന്നെയുള്ളത്. സോ സാർ, എനിക്കറിയാം ഇനിയും ഒരുപാട് മേഖലകൾ ഈ ഒരു ഫീൽഡിൽ വരുന്നുണ്ടെന്ന്. സാർ, അതേതൊക്കെയാണ്? കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഗെയിമിംഗ് ആൻഡ് ആനിമേഷൻ അതൊരു വളരെയധികം സാധ്യതയുള്ള മേഖലയാണ്. ഞാൻ കണ്ടിരിക്കുന്ന പല കുട്ടികളും ചെറുപ്പം തൊട്ട് നന്നായിട്ട് കമ്പ്യൂട്ടർ ഗെയിം കളിക്കും. അപ്പൊ പാരന്റ്സ് പറയും ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത് വെക്ക്, ദിവസത്തിൽ 2 മണിക്കൂർ കൂടുതൽ കളിക്കും എന്നൊക്കെ പറയും. പക്ഷെ പലരും ഇത് ലാൻഡ് അപ്പ് ഇൻ ക്രിയേറ്റിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ഗെയിംസ്. അപ്പൊ ഡെവലപ്പിംഗ് ഗെയിംസിൽ നല്ല ക്രിയേറ്റിവിറ്റി വേണം. പക്ഷെ അതുപോലെ തന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഹൈ സാലറി ഓഫർ ചെയ്യുന്ന ഒരു പല പൊസിഷനിലും ഈ കുട്ടികൾക്ക് എത്താൻ പറ്റും ഈ ആനിമേഷൻ ആൻഡ് ഗെയിം ഡെവലപ്മെന്റ്. അതെ അതെ. പിന്നെ നമ്മുടെ ഏരിയ ഉണ്ട് അക്കാഡമി ആൻഡ് റിസർച്ച്. അതുകൂടി പറയണമല്ലോ അല്ലേ? അതെ അതെ, അങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്യാം. ദാറ്റ് ഈസ് റിസർച്ച് ആൻഡ് അക്കാഡമിക്സിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഒരു മാസ്റ്റർ ഡിഗ്രി എടുക്കണം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ റിസർച്ചിലേക്ക് മാറിയിട്ട് ഡോക്ടറൽ ഡിഗ്രി എടുക്കാം. അപ്പൊ അതൊരു ഏരിയ ആണ്, ഒരു ഡിഫറെന്റ് ഏരിയ ആണ്. പിന്നെ ഗവൺമെന്റ് ജോബ്സ്, ഒത്തിരി ഗവൺമെന്റ് ജോബ്സ് പല വെബ്സൈറ്റ്സും freshers.com പോലെ പല വെബ്സൈറ്റ്സിൽ നമുക്ക് കാണാൻ പറ്റും. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ള ജോബ്സ് ഇഷ്ടംപോലെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈവൻ നമ്മുടെ SSB, ദാറ്റ് ഇസ് ആർമി, നേവി, എയർഫോഴ്സിനുള്ള ഒക്കെ ഓപ്ഷൻസ് നമുക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. 3rd ഇയറിലും 2nd ഇയറിലും കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ്സിന് അങ്ങോട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ടെസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. പിന്നെ ഇതിനൊക്കെ അപ്പുറമായിട്ട് കോവിഡിന്റെ അകത്ത് കോവിഡ് സമയത്ത് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഫ്രീലാൻസിങ് ജോബിലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് വർക്ക് ഫ്രം ഹോം മാത്രമല്ല, വീട്ടിലിരുന്നുകൊണ്ട് ഒരു കമ്പനിയുടെ അഫിലിയേഷൻ ഇല്ലാതെ അവര് നല്ല ഹൈ സാലറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കഴിവുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പൊ ആനിമേഷനിലോ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലോ കഴിവുണ്ടെങ്കിൽ ഒരു കമ്പനിയിലും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് ഫ്രീലാൻസിങ് ജോബ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്വർക്സ് ഒക്കെ പോലെയുള്ള ഒരുപാട് ഫ്രീലാൻസിങ് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമ്മൾ നമ്മുടെ സ്കിൽസ് അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ പ്രൊജക്ട് മാനേജേഴ്സും അല്ലെങ്കിൽ ലോകത്തിലെ ആരെങ്കിലും ക്ലയൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ദേ വിൽ കോൺടാക്ട് us. നമുക്ക് ജോലി തരും, നമുക്ക് പേയ്മെന്റ് എല്ലാം ആ പ്ലാറ്റ്ഫോം വഴി തരും. അപ്പൊ അതും ഒരു ഓപ്ഷൻസ് ആണ്. ഇനി ഫൈനലി എമർജിംഗ് ടെക്നോളജി റോൾസ്, ഇതെല്ലാം ഇതിനപ്പുറം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സ്പെഷ്യലിസ്റ്റ്, ഗ്രീൻ IoT എഞ്ചിനീയർ, ഡിജിറ്റൽ ട്വിൻസ് വളരെയധികം കഴിഞ്ഞ 2 വർഷം പോപ്പുലർ ആയ ഏരിയ ആണ്. ഡിജിറ്റൽ ട്വിൻ എഞ്ചിനീയർ, മെറ്റാവേഴ്സ് ഡെവലപ്പർ, ഈവൻ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. അപ്പൊ ഇത്രയും കുറച്ച് അധികം വളരെ കഴിഞ്ഞ 2 വർഷം ChatGPT വന്നപ്പോൾ ഭയങ്കര പോപ്പുലർ ആയ ഏരിയ ആണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. അപ്പൊ ഈ ഏരിയാസ് ഒക്കെ വളരെ നിഷ് ഏരിയാസ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഈ കമ്പ്യൂട്ടർ സയൻസിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറയുകയാണെങ്കിൽ എനിക്കൊരു 10 hours ഒരു പ്രോഗ്രാം ചെയ്യേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ നിർത്താണ്. അത്രയും അധികം ജോലി സാധ്യതകളും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഏരിയ ആണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ചോദ്യത്തിന്റെ തുടക്കമുള്ള എന്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, നമ്മള് എപ്പോഴും സിനിമകളിൽ കണ്ടുവരുന്ന ലൈക്ക് ഒരു കളിയാക്കുന്ന രീതിയിലുള്ള ആ ഒരു ടോൺ ഞാൻ ഇവിടെ തന്നെ ഇങ്ങോട്ട് റിമൂവ് ചെയ്യാണ്. കാരണം ഇത്രയധികം ജോലി സാധ്യതകൾ ഉള്ള ഒരു മേഖല തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BTech എടുക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഏറ്റവും നല്ലൊരു ഗൈഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു മെന്റർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹൈലി ജോലി സാധ്യതകളുള്ള ഒരു മേഖല തന്നെയാണിത് എന്ന് ഉള്ള കാര്യം ഞാൻ ഗ്യാരണ്ടി. അല്ലേ സർ? അതെ, നമ്മൾ ശരിക്കും കുട്ടികൾ മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു മെന്ററിംഗ് ആണ്. കാരണം ഈ ഒരു ഏജിൽ ശരിക്കും കുട്ടികൾ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ സ്റ്റിൽ ഒരു നല്ലൊരു മെന്റർ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് അങ്ങ് ഡയറക്റ്റ് വിടാൻ പറ്റും. നല്ല മെന്റേഴ്സ് ഉള്ള പല കുട്ടികളും പല നല്ല ഹ്യൂജ് ആയിട്ടുള്ള നല്ല പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പാരന്റ്സ് ആവാം, ഫാക്കൽറ്റി ആവാം, ഈവൻ അവരുടെ സീനിയർ സ്റ്റുഡൻസ് ആവാം. നല്ലൊരു മെന്റേഴ്സ് അവർക്കൊന്ന് ഗൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ആക്ച്വലി നല്ല ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവർ ജസ്റ്റ് ഡയറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കഴിവും എല്ലാം അവരുടെ അടുത്തുണ്ട്. ജസ്റ്റ് നമ്മുടെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അവരൊന്ന് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്സ് കൊടുക്കാം. തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് നിങ്ങളുടെ മെന്ററായിട്ട് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ സ്വന്തം ഡോക്ടർ വരുൺ ജി മേനോനാണ്. അദ്ദേഹം SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രൊഫസറാണ് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡെപ്യൂട്ടി ഡീനാണ്. സോ ഇന്ന് നമ്മോടൊപ്പം ഉയരയിൽ സർ തന്നെയാണുള്ളത്. നമ്മൾ എന്തായാലും കുറച്ചധികം കാര്യങ്ങൾ കൂടി അറിയുന്നുണ്ട് കേട്ടോ. കേട്ടോണ്ടേയിരിക്കൂ. ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. You are listening to Sargak Kshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargak Kshetra. വെൽക്കം ബാക്ക് ടു ഉയരെ,
പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് CSE എന്ന മേഖലയെ പറ്റിയിട്ട് നമ്മൾ കുറേയധികം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഈ സമയത്ത് നമ്മൾ അറിയാൻ പോകുന്നത് ഇത്രയും നേരം നമ്മളോട് ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്ത സാറിന്റെ ലൈഫിനെ പറ്റിയിട്ടാണ്. ഹായ് സാർ. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും കേട്ടുമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ് പാട്ടുകൾക്ക് ശേഷം. SEMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഡെപ്യൂട്ടി ഡീനും അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രൊഫസറുമായിട്ടുള്ള ഡോക്ടർ വരുൺ സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഈ ഒരു മേഖലയെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരാനുള്ളത്. സാർ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത്? അതാണ് നമുക്കിനി അറിയാനുള്ള അടുത്തൊരു കാര്യം. ലാസ്റ്റ് എനിക്ക് തന്നെ പണി കിട്ടുന്ന ഞാൻ വിചാരിച്ചില്ല. അതെ 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 അതെ, നമ്മൾ കുറെ കാര്യങ്ങൾ അറിഞ്ഞു. അപ്പൊ എന്തായാലും ഇത്രയും കിടിലനായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന സാർ എത്തിയത് എങ്ങനെയാണെന്ന് പറയുന്നത് മറ്റൊരു മോട്ടിവേഷൻ ആണ് കുട്ടികൾക്ക്. സോ എങ്ങനെയാണ് സാർ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ വളരെ പ്ലാൻഡ് ആയിരുന്നില്ല സത്യം. പ്ലാനിങ്ങിനെ പറ്റി ഗോൾ സെറ്റിങ്ങിനെ പറ്റി പറയുമെങ്കിലും ഒരു ഗോൾ ഉണ്ടായിരുന്നെങ്കിലും അത്ര ക്ലിയർ ആയിരുന്നില്ല. പക്ഷേ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാനും അതിൽ ഹയർ സ്റ്റഡി എടുക്കാനുള്ള ക്രെഡിറ്റ് എല്ലാം റിസഷന് കൊടുക്കണം. 2008 നമ്മുടെ 2008 എല്ലാ IT കമ്പനീസിനും കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് റിക്രൂട്ട്മെന്റ് ചെയ്ത കമ്പനീസ് ഒന്നും പല കുട്ടികളെയും എടുത്തില്ല. ആ സമയത്താണ് ഞാൻ എന്റെ ബിടെക് കഴിയുന്ന സമയത്ത് പല കമ്പനീസിലും ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ പല കമ്പനീസും അവർ പറഞ്ഞു 2 വർഷം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ മതിയെന്ന്. കാരണം അവർക്ക് പ്രൊജക്ട്സ് ഇല്ല. ഞാൻ ഈ പറയുന്ന പല കമ്പനീസും ടോപ്പ് MNCs ആണ്. പക്ഷെ അവർക്ക് പ്രൊജക്ട് ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു 2 വർഷം കഴിഞ്ഞ് ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ 2 വർഷം ഗ്യാപ്പ് കിട്ടിയ സന്തോഷം കൊണ്ട് ഞാനൊരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്തു, MTech ചെയ്തു. അപ്പോൾ MTech ചെയ്തിട്ട് പിന്നെ മനസ്സിലായി നമുക്ക് കുറച്ചും കൂടി സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കൂടുതൽ പഠിക്കാൻ പറ്റും, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു ഇത് കിട്ടി. അപ്പൊ MTechന് ശേഷം ഞാനൊരു IT കമ്പനിയിൽ ജോയിൻ ചെയ്തു ബോംബെയിൽ. അവിടെ നിന്ന് എനിക്ക് ഇതുപോലെ തന്നെ കുറച്ച് സ്റ്റുഡൻസ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസും ആണ് കൂടുതൽ ഇഷ്ടമെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ അവിടെ നിന്ന് പിന്നെ നാട്ടിലേക്ക് വന്ന് ഐ ജോയിൻഡ് SEMS ആസ് എൻ അസിസ്റ്റന്റ് പ്രൊഫസർ. ഓക്കെ, അപ്പൊ സാർ ഇപ്പൊ എത്ര വർഷമായി ഇവിടെ ജോയിൻ ചെയ്തിട്ട്? അതെ, 2012 ജോയിൻ ചെയ്തത്. അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ആ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ആദ്യത്തെ ഒരു 6 മാസം കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ ഈ കാര്യം മനസ്സിലാക്കി. പറഞ്ഞാൽ കുട്ടികൾക്ക് എന്തിനാണ് അവർ എഞ്ചിനീയറിംഗ് വന്നത്, അതുപോലെ തന്നെ എന്താണ് അവർക്ക് ഇത് കഴിഞ്ഞ് ചെയ്യേണ്ടത് എന്നൊരു കാര്യം ക്ലിയർ അല്ല അവർക്ക് പല കുട്ടികൾക്കും. അപ്പോൾ ആ ഒരു 2012 തൊട്ട് 2016 വരെ 100-ൽ കൂടുതൽ ട്രെയിനിങ് പ്രോഗ്രാം എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റി കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ദാറ്റ് കരിയർ ഗൈഡൻസ്, അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്കിൽസും ഇംപ്രൂവ് ചെയ്യാനുള്ള പ്രോഗ്രാംസും ചെയ്യാൻ പറ്റി. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് വന്നു. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ അവർക്ക് പല പല പുതിയ ഓപ്പർച്യൂണിറ്റീസും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഓപ്പർച്യൂണിറ്റിക്ക് എത്താനുള്ള ട്രെയിനിങ് അവർ തന്നെ ചെയ്തോളും. ജസ്റ്റ് നമുക്ക് അവർക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റി, അവിടേക്ക് എത്താനുള്ള പാത്ത് അവർക്ക് കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ അവര് എന്തായാലും ആ ഓപ്പർച്യൂണിറ്റിക്ക് എത്തിക്കോളും. അതുപോലെ തന്നെ ഇവിടെ കോളേജിൽ ഇപ്പൊ എനിക്ക് 2016 ശേഷം ഞാൻ ഇവിടെ 2 വർഷം പ്ലേസ്മെന്റ് ഓഫീസർ ആയിരുന്നു. കുട്ടികളുടെ പ്ലേസ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യായിരുന്നു. അതുപോലെ തന്നെ 2015 ശേഷം നമ്മുടെ കോളേജ് പല ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് ആയിട്ടും ടൈഅപ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റുഡന്റ് ഇന്റേൺഷിപ്സിനും എക്സ്ചേഞ്ച് പ്രോഗ്രാംസിനും. അപ്പൊ അതിന്റെ ഇൻചാർജ് ആയിരുന്നു. അങ്ങനെ പല പല ഓപ്പർച്യൂണിറ്റീസ് വർക്ക് ചെയ്യാൻ പറ്റി. കഴിഞ്ഞൊരു 3 വർഷം ഹെഡ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പോ ഡെപ്യൂട്ടി ഡീനായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇതാണ് എന്റെ ഒരു ചെറിയൊരു പ്രൊഫൈൽ. പക്ഷെ ഇപ്പോഴും എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇവിടുന്ന് പാസ് ഔട്ടായ കുട്ടികളും അതുപോലെ തന്നെ പല കോളേജിൽ, ഇപ്പൊ ഈ കോളേജ് മാത്രമല്ല പല ഫ്രണ്ട്സ് വഴിയും റിലേറ്റീവ്സ് വഴിയും പല കുട്ടികളും എന്നെ വിളിക്കാറുണ്ട്, പല പാരന്റ്സും വിളിക്കാറുണ്ട്. ദാറ്റ് ഈസ് ഞങ്ങൾ എന്ത് കരിയറാണ് സെലക്ട് ചെയ്യേണ്ടത്, എന്ത് ഡിഗ്രിയാണ് എടുക്കേണ്ടത്, കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഈവൻ സ്റ്റഡി അബ്രോഡ്. കഴിഞ്ഞ ഒരു 4-5 വർഷം കേരളത്തിൽ ഒരു വളരെ ട്രെൻഡായിരുന്നു മാസ്റ്റേഴ്സ് ബിടെക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക, മാസ്റ്റേഴ്സ് പുറത്ത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം. അപ്പൊ സ്റ്റഡി അബ്രോഡിന് എവിടെയാണ് നല്ല ഓപ്ഷൻസ്, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഓരോ ക്വസ്റ്റ്യനും ഡിസ്കഷൻസും അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നീളാറുണ്ട്. അപ്പൊ അതാണ് ഏറ്റവും ഒരു എനർജൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. ഓക്കെ, അപ്പൊ സാർ എപ്പോഴും ആളുകൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ക്രേസ് ഉള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് അറിയാവുന്നതേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഒരു മെയിൻ ഒരു ഐഡിയ നമുക്ക് അറിയാത്ത ഒരു കാര്യമാണെങ്കിലും നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നമുക്ക് ക്ലിയർ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അത് എവിടെയാണ് ഉള്ളതെന്ന കാര്യം. അതെ, ഉറപ്പായിട്ടും നമ്മുടെ അറിവിന്റെ കൂടെ കുറച്ച് ടെക്നോളജി അറിവ് കൂടി ആവുമ്പോ സെറ്റ് ആണെന്ന്. ഓക്കെ സാർ, അപ്പോ ഇനിയും സാറിന്റെ ഒരു കോളേജ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയില് കിടിലൻ കോൺട്രിബ്യൂഷൻസ് സാറിന് ഞങ്ങൾക്ക് തരാനായിട്ട് പറ്റട്ടെ. അത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ കൂടെ കുട്ടികൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോ താങ്ക് യു അന്ന ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഓൾ ദി ടീം. സാർ, നമ്മുടെ സംസാരം കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, കേട്ടോണ്ടേയിരിക്കൂ. ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര
89.6 FM കാതോറും കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന മേഖലയെ പറ്റിയിട്ടാണ് അറിയാനായിട്ട് പോകുന്നത്. ഈ ഒരു ഫീൽഡിനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മോടൊപ്പം SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രൊഫസർ ഡോക്ടർ വരുൺ ജി മേനോൻ കൂടെ തന്നെയുണ്ട്. സാർ, ഇനി നമുക്ക് അറിയാനുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് അറിയാം, കുറേ അധികം സ്ട്രെസ് എല്ലാ ഫീൽഡുകൾക്കും ഉണ്ടായിരിക്കും. നല്ല രീതിയിലുള്ള പ്രഷർ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ ഓരോ നിമിഷവും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ് അപ്ഡേറ്റഡ് ആയിരിക്കണം. കാരണം ടെക്നോളജീസ് ഓരോ സമയവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും? വളരെ ഒരു ഇമ്പാക്ട് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് ഇപ്പൊ പലപ്പോഴും പല ന്യൂസ് പേപ്പർ നമുക്ക് കാണാൻ പറ്റും, ബിടെക് എഞ്ചിനീയേഴ്സ് ആർ നോട്ട് എംപ്ലോയബിൾ, അല്ലെങ്കിൽ 60%, 30%, പല പെർസെന്റേജും പറയാറുണ്ട് ഇത്ര കുട്ടികൾ എംപ്ലോയബിൾ അല്ല എന്നുള്ള കാര്യം പറയാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം വരുന്നത് സ്കിൽ ഗ്യാപ്പ് വിത്ത് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിലുള്ള ടെക്നോളജിയും അക്കാഡമിയിലുള്ള പഠിപ്പിക്കുന്ന കാര്യം തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. അത് വളരെയധികം റിഫ്ലക്റ്റഡ് ആണ്. കാരണം എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയിലെ ടെക്നോളജി എല്ലാ ആഴ്ചയും മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ അതുപോലെ നമ്മുടെ അക്കാഡമിയിലെ സിലബസ് അത്രയും സ്പീഡിൽ മാറാൻ പറ്റില്ല. അപ്പോൾ കുട്ടികൾ ഇവിടെ ഫണ്ടമെന്റൽസ് പഠിച്ച് അക്കാഡമിയിലേക്ക് എത്തുമ്പോൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പല കോളേജ്, ഇപ്പൊ നമ്മുടെ കോളേജ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ നിന്ന് എക്സ്പേർട്സിനെ ഇവിടെ കൊണ്ടുവന്ന് ടോക്സും വർക്ക്ഷോപ്സും കൊടുക്കുകയാണ് കുട്ടികൾക്ക്. എന്നിരുന്നാലും ടെക്നോളജി സ്കിൽ ഗ്യാപ്പ് ഇൻഡസ്ട്രിയും അക്കാഡമിയും തമ്മിൽ വളരെ അധികം ഉണ്ട്. അതിന്റെ കൂടെ തന്നെ രണ്ടാമതൊരു കാര്യം ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇപ്പൊ നമ്മള് കുട്ടികൾ സാർ എന്തിനാ സാറേ ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്. മലയാളം പറഞ്ഞാൽ പോരെ, മലയാളമല്ലേ നമ്മുടെ സ്റ്റേറ്റിലെ ലാംഗ്വേജ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയും, മലയാളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ആണ്, അതിനൊരു പ്രശ്നമില്ല. പക്ഷേ പ്രോബ്ലം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ബോംബെയിലോ ഡൽഹിയിലോ ഒരു കമ്പനിയിൽ നിങ്ങൾ റിക്രൂട്ട്മെന്റ് ആയിട്ട് അവിടെ പോയിരുന്ന് ആദ്യം ഫോൺ എടുത്ത് വിളിക്കാൻ പോണത് US-ലോ UK-യിലുള്ള ക്ലയന്റിലെ ആയിരിക്കും. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ കൂടുതൽ ക്ലയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊജക്ട്സ് ചെയ്യുന്നത് കൂടുതലും UK-യിലോ US-ലോ ഉള്ള കമ്പനീസിന് വേണ്ടിയായിരിക്കും പ്രൊജക്ട്സ് ചെയ്യുക. അപ്പോൾ Day 1 തൊട്ട് നമുക്ക് ഫോൺ എടുത്ത് ഇവരെ വിളിക്കണം, ഇവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം, ഇവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അതുകൂടാതെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം നോർത്ത് ഇന്ത്യൻസ് ആവാം, നോർത്ത് ഈസ്റ്റേൺ ആവാം, അല്ലെങ്കിൽ ഫോറിനേഴ്സ് ആവാം. അപ്പൊ അവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് വരുന്നത് ഇംഗ്ലീഷാണ്. അപ്പൊ അതാണ് ഇംഗ്ലീഷിന്റെ ഒരു പ്രോബ്ലം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഐ തിങ്ക് ഇറ്റ്സ് ബിഗ് ചാലഞ്ച്. പല കുട്ടികൾക്കും പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇംഗ്ലീഷ് അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, പക്ഷെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽസും ഐ തിങ്ക് വൺ ഓഫ് ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് ചേഞ്ച് ഇൻ ടെക്നോളജിയാണ്. നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഇന്ന് ചെയ്യുന്ന ടെക്നോളജി അല്ല നാളെ വരുന്നത്. അപ്പോൾ ഓരോ റാപ്പിഡ്ലി ചേഞ്ചിങ് ഇൻ ടെക്നോളജി പഠിച്ചെടുത്ത്, ഞാൻ ആദ്യമേ പറഞ്ഞു ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബേസിക് കാര്യം പുതിയ ടെക്നോളജി പഠിക്കാനും അതിനോടുള്ള ക്യൂരിയോസിറ്റിയും ആ ടെക്നോളജി പഠിച്ച് മുമ്പോട്ട് പോകാനുള്ള ഇൻട്രസ്റ്റ് ആണ് ഏറ്റവും വേണ്ടത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ഒരാഴ്ച കമ്പനി നിങ്ങൾ ജോയിൻ ചെയ്തു, ഒരാഴ്ച നിങ്ങൾക്ക് ജാവയിലോ പൈത്തണിലോ ട്രെയിനിങ് തന്നു. പക്ഷെ അടുത്ത ആഴ്ച നിങ്ങളെ ഇടുന്ന പ്രൊജക്ട് വേറൊരു ടെക്നോളജിയിലാവും. അപ്പൊ ആ സമയത്ത് നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ജാവയും പൈത്തണോ ആണ് പഠിച്ചത്, പക്ഷെ നിങ്ങൾ തന്നിരിക്കുന്ന പ്രോജക്റ്റ് വേറെയാണെന്ന് നമുക്ക് അവിടെ പറയാനുള്ള ഓപ്ഷൻ ഇല്ല. കമ്പനിക്ക് ഏത് ടെക്നോളജിയിലാണോ ക്ലയന്റ് പറയുന്ന പ്രൊജക്ട്, ആ ഏരിയയിലാണ് കമ്പനി എപ്പോഴും പറയുക, മീൻസ് കമ്പനി എപ്പോഴും പ്രൊജക്ട് കൊടുക്കുക. അപ്പോ റാപ്പിഡ് ചേഞ്ച് ഇൻ ടെക്നോളജിയും പെട്ടെന്നുള്ള അഡാപ്റ്റേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഇതായിരുന്നു ഞാൻ ആദ്യം പറയേണ്ട കാര്യം, പക്ഷെ എന്നാലും ഞാൻ ലാസ്റ്റ് ആയിട്ട് പറയുന്നത് വർക്ക് ലൈഫ് ബാലൻസ്. അതെ, നമ്മുടെ ജോലി മാത്രമല്ല, നമുക്കൊരു ജീവിതം കൂടി. മാനേജിങ് വർക്ക് ആൻഡ് ലൈഫ് അതൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചലഞ്ച് ഫോർ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ് ആണ്. കാരണം IT ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ Monday to Friday ഉള്ളൂ, സാറ്റർഡേയും സൺഡേ ഓഫ് ആണ്. പക്ഷേ യു ക്യാൻ സീ സാറ്റർഡേയും സൺഡേയും കമ്പനി ഓപ്പൺ ആയിരിക്കും, അതിനകത്ത് ഒരുപാട് പേരിന്ന് വർക്ക് ചെയ്യണ കാണാം. അപ്പോ പ്രോബ്ലം ഈസ്
ഒഫീഷ്യലി ഓഫ് ആണെങ്കിലും വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് ആ ടാർഗറ്റ് മീറ്റ് ചെയ്യാണ്ടും പോകാൻ പറ്റില്ലല്ലോ അതെ, അല്ലെ? ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ, ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാനും നമുക്ക് ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെ ഫാമിലി ലൈഫിനെയും വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചലഞ്ചാണ്. ഒരുപാട് ആൾക്കാർക്ക് അവിടെ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അപ്പോ ഈവൻ കൗൺസിലിംഗിന് വരെ പോകേണ്ട അവസ്ഥയിലൊക്കെ പലപ്പോഴും അവിടെ എത്താറുണ്ട്. അപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് ഈസ് ഓൾസോ അനദർ ഇമ്പോർട്ടന്റ് ഇഷ്യൂ ഫേസ്ഡ് ബൈ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ്. ഓക്കെ, അപ്പോൾ സാർ പറഞ്ഞതിൽ എനിക്കും ഏറ്റവും സ്ട്രൈക്ക് ആയ പോയിന്റ് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ആയിരുന്നു. വർക്ക് ലൈഫും അതുപോലെ നമ്മുടെ ശരിക്കുള്ള ജീവിതവും തമ്മിൽ നമ്മൾ വല്ലാണ്ട് കൂട്ടിക്കുഴച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ തകിടം മറിയുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ അത് ഏതൊരു മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു എംപ്ലോയിയും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണത്. അപ്പോൾ ആ ഒരു ടൈം മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി നമ്മുടെ കയ്യിലാണ് ശരിക്കും ഇരിക്കുന്നത് അല്ലേ? ഈ പ്രോബ്ലം എല്ലാ മേഖലയിലും ഉണ്ട്. പക്ഷെ കമ്പ്യൂട്ടർ സയൻസിന്റെ എഞ്ചിനീയറിംഗിന്റെ ഇപ്പോൾ ഒരു പ്രോബ്ലം, എസ്പെഷ്യലി കോവിഡ് കഴിഞ്ഞ് വന്നപ്പോൾ രാത്രി 11 മണിക്കും നിങ്ങൾക്ക് ഒരു ക്ലയന്റിന്റെ കോൾ വരാം. രാത്രി 11 മണിക്കും വന്നിട്ട് ഫോർ എക്സാമ്പിൾ രാത്രി 11 മണിക്ക് ഒരു മെയിൽ വരാണെങ്കിൽ യു ആർ സപ്പോസ് ടു ഫിനിഷ് ഇറ്റ്, റിപ്ലൈ ടു ഇറ്റ്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പണ്ട് എന്ന് പറഞ്ഞാൽ 9 to 10 to 8 കഴിഞ്ഞ് ഓഫ് ചെയ്യുകയാണെങ്കിൽ വി ആർ ഫ്രീ അറ്റ് ഹോം. പക്ഷെ ഇപ്പോ പലപ്പോഴും ക്ലയന്റ് മീറ്റിംഗ് രാത്രി 2 മണിക്കാവും, 3 മണിക്കാവും, 4 മണിക്കാവും. സോ യു ആർ സപ്പോസ് ടു അറ്റൻഡ് ആൻഡ് ഫിനിഷ് ദി വർക്ക്. അപ്പൊ ആ സമയത്തുള്ള ഹൗ ഡു യു ബാലൻസ് യുവർ വർക്ക് ഫാമിലി വിത്ത് ദാറ്റ് എന്നുള്ളൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ വൺ മോർ തിങ്, ലാസ്റ്റ് വളരെ മൈനർ ആയിട്ടുള്ള കാര്യമാണ്, ബട്ട് സ്റ്റിൽ അഡാപ്റ്റിംഗ് ടു കൾച്ചർ ഓഫ് വേരിയസ് ഇൻഡസ്ട്രീസ്. അപ്പോൾ അതും ഒരു കാര്യമാണ്. നമ്മൾ IT സെക്ടറിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വാക്സിൻ നമ്മൾ സ്റ്റാർട്ടപ്സിലൊക്കെ ബാംഗ്ലൂർ പോകുമ്പോൾ പലരും താഴെ, ദാറ്റ് മീൻസ് ബീൻ ബാഗിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാം. അപ്പൊ അവിടെ ചെയേഴ്സ് പോലും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് കൾച്ചറൽ അഡാപ്റ്റേഷനും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സിന് ഉള്ള ഒരു ചലഞ്ചാണ്. ഓക്കെ സാർ, ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മൾ ഇനിയും കുറച്ചധികം കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് മേഖലയെ പറ്റിയിട്ട് അറിയാനുണ്ട്. പക്ഷേ ഒരു പാട്ടൊക്കെ കേട്ട് നമുക്ക് ഈ ഒരു സ്ട്രെസ് ഒക്കെ മാറട്ടെ. നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞ ആർക്കെങ്കിലും വർക്കിന്റെ പ്രഷർ ഉണ്ടെങ്കിൽ അതൊക്കെ മാറട്ടെ പാട്ടൊക്കെ കേട്ടോണ്ടേയിരിക്കൂ. ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിനെ പറ്റിയിട്ടായിരുന്നു ഇത്ര നേരവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ അടുത്ത് കൂടെയുള്ളത് ഒരു എക്സ്പെർട്ട് തന്നെയാണ്. SEMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പ്രൊഫസർ ഡോക്ടർ വരുൺ സാർ. നമ്മൾ കുറേയധികം കാര്യങ്ങൾ ഈ ഒരു മേഖലയെ പറ്റിയിട്ട് സംസാരിച്ചു. അതിൽ ഏറ്റവും അവസാനം നമ്മൾ സാറിന്റെ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ് ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളെ പറ്റിയിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അറിയാനുള്ള ഒരു ചെറിയ കാര്യമുണ്ട്. അതായത് ഇപ്പോൾ കരിയർ ബ്രേക്ക് എന്ന് പറയുന്ന സംഭവം ഒട്ടുമിക്ക എല്ലാ ഫീൽഡുകളിലും ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും. എന്തെങ്കിലും ഒരു റീസൺ കാരണം നമ്മളൊരു ബ്രേക്ക് എടുക്കുന്നു, ദെൻ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് മുൻപേ സംസാരിച്ചിരുന്നു, ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സമയത്തും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണെന്നുള്ളത്. സോ ഒരു ബ്രേക്ക് എടുത്ത് തിരിച്ചു വരുന്ന ഒരു വ്യക്തി എത്രത്തോളം ആ ഒരു തിരിച്ചുവരവിന്, ഒരു കംബാക്കിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം? അവരെ ഇപ്പോൾ ഒരു ബിഗിനറിന്റെ പോലെ ഏതെങ്കിലും കോഴ്സൊക്കെ ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ? ശരിക്കും ഈ കമ്പ്യൂട്ടർ സയൻസിൽ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാൻ കുറച്ചുകൂടി എളുപ്പമാണ് കമ്പയർ ടു ദി അതർ സ്ട്രീംസ്. കാരണം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രീമിൽ നിന്ന് നമ്മൾ ഒരു 1 year 2 year ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ ശരിക്കും ഒരു ടെക്നോളജി തന്നെ കംപ്ലീറ്റ് ചേഞ്ച് ആവും. അപ്പൊ ശരിക്കും സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ പോലെ നമുക്ക് തോന്നും. പക്ഷേ ഞാൻ നേരത്തെ ആദ്യം ഈ ഇന്റർവ്യൂവിന്റെ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഒറ്റ ഒരു കാര്യം ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ സയൻസ് ജോയിൻ ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് പാഷൻ ടു ലേൺ ആൻഡ് കീപ് അപ്ഡേറ്റിംഗ്. അപ്പൊ അങ്ങനെ ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കാനും ആ കാര്യങ്ങളിൽ വർക്ക് ചെയ്യാനും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ഓഫ് സ്റ്റഡി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഈവൺ ഇഫ് യു ആർ ഹാവിംഗ് 1 year or 2 year or 3 year ബ്രേക്ക് ഓഫ് വർക്കോ ബ്രേക്ക് ഓഫ് സ്റ്റഡിയോ ഉണ്ടെങ്കിലും ആ സമയത്ത് നോർമലി നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വി സബ്സ്ക്രൈബ് ടു ടെക് ന്യൂസ് ആൻഡ് ബ്ലോഗ്സ്. ഇപ്പോ ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്, ഇൻഫർമേഷൻ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ പലരും ഹാർഡ് കോപ്പി ന്യൂസ് പേപ്പർ ഇല്ലല്ലോ, മിക്കവരും ഫോണിലാണ് ന്യൂസ് വായിക്കുന്നത്.
അപ്പൊ ഒത്തിരി ടെക് ന്യൂസും ബ്ലോഗ്സും ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൺ ദി ഗോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടെ ടെക്നോളജി, നമ്മുടെ ഏരിയയിൽ കമ്പ്യൂട്ടർ സയൻസിൽ വരുന്ന പുതിയ ടെക്നോളജിയും അതിനകത്ത് വരുന്ന ന്യൂസും എല്ലാം നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റും. അപ്പൊ അതൊരു ഹാബിറ്റിലായിട്ട് എടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരു 2 year 3 year ബ്രേക്ക് ഓഫ് സ്റ്റഡി ഒരു പ്രോബ്ലം ആവില്ല. അതുപോലെ തന്നെ ഒത്തിരി ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, വെബ്സൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ മൈക്രോസോഫ്റ്റിന്റെയും NVIDIAയുടെയും AWSന്റെയും ഗൂഗിളിന്റെ ഒക്കെ ഗിറ്റ്ഹബിന്റെ ഒക്കെ ഒരുപാട് ടെക് ബ്ലോഗ്സും ഇൻഡസ്ട്രി ലീഡേഴ്സിന്റെ ഓരോ ടോക്സും വീഡിയോസ് ഒക്കെ എപ്പോഴും വരും. അപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് ആ ഒരു ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ല അപ്ഡേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഓൺലൈൻ ലേണിംഗ്, അതായത് നമുക്കിപ്പോൾ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് അപ്പൊ ഏതെങ്കിലും ഒരു കോഴ്സോ സർട്ടിഫിക്കേഷനോ എടുത്തുകൊണ്ട് നമുക്ക് എൻട്രി ചെയ്യാം ബ്രേക്ക് കഴിയുമ്പോൾ. അപ്പൊ ആ സമയത്ത് 3 year കഴിയുമ്പോൾ ഏതാണോ ലേറ്റസ്റ്റ് നിൽക്കുന്ന കോഴ്സ്, ഏതാണോ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ടെക്നോളജി, ആ ടെക്നോളജിയിൽ ഒരു ചെറിയൊരു ഇൻഡസ്ട്രി സർട്ടിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ച് എൻട്രി ചെയ്യാൻ നമുക്കൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആവും. അപ്പോൾ അതും പ്ലസ് പിന്നെ ഇപ്പൊ ഒരുപാട് ടെക് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതും ഞാനിപ്പോ പറയാൻ ഒരുപാട് ടെക് കമ്മ്യൂണിറ്റീസ്, ഞാനും പല ടെക് കമ്മ്യൂണിറ്റീസിന്റെയും ഭാഗമാണ്. അപ്പോ അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഓഫ് സ്റ്റഡി കഴിയുമ്പോഴും വി ഹാവ് പീപ്പിൾ ടു ഹെൽപ്പ് അസ് അണ്ടർസ്റ്റാൻഡ് എന്താണ് ഇപ്പോഴത്തെ ടെക്നോളജി നീഡ്, എന്താണ് ഓപ്പർച്യൂണിറ്റി, നമ്മളെ റെഫർ ചെയ്യാൻ ആൾക്കാരുണ്ടാവും. പിന്നെ കുറെ ബ്രേക്ക് കഴിഞ്ഞ് വരുന്ന, എസ്പെഷ്യലി വുമണിന് ബ്രേക്ക് കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് കുറെ കമ്പനീസ് ആർ ഗിവിംഗ് ലോട്ട് ഓഫ് സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാം പ്ലസ് വൺ മോർ തിങ് ഇസ് റീഡിംഗ് ഗുഡ് ടെക്നോളജി വൈറ്റ് പേപ്പേഴ്സ്, ടെക്നോളജി ഇൻഡസ്ട്രിയിലുള്ള പ്രോബ്ലംസ് എല്ലാം വൈറ്റ് പേപ്പേഴ്സ് എഴുതിയിട്ടുണ്ടാവും. അതും റിസർച്ച് ആർട്ടിക്കിൾസും നമ്മളൊരു ഇത്രയും കാര്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ബ്രേക്ക് ഓഫ് സ്റ്റഡിയിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ആക്ച്വലി വിത്തൗട്ട് എനി പ്രോബ്ലം വി ക്യാൻ ഗെറ്റ് ബാക്ക് ഇൻ ടു വർക്ക്. ബ്രേക്ക് ഓഫ് വർക്കിൽ നിന്ന് നമുക്ക് സുഖമായിട്ട് തിരിച്ച് വർക്കിലേക്ക് കയറാം. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇപ്പൊ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കരിയർ ബ്രേക്ക് എടുത്ത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കണം എന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ഈ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല എന്നുള്ള ക്ലിയർ കട്ട് ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനിയും നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ അറിയാനുണ്ട്. എന്തായാലും വരുൺ സാർ കറക്റ്റായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ കൂടെ തന്നെയുണ്ട്. താങ്ക് യു ആൻഡ് കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം കൂടെയുള്ളത് അന്ന. 89.6 FM സർഗക്ഷേത്ര. Once again, welcome back to ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മോടൊപ്പം ഉയരയിലുള്ള ആ സ്പെഷ്യൽ ഗസ്റ്റിനെ ഞാൻ വീണ്ടും പരിചയപ്പെടുത്താണ്. SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡെപ്യൂട്ടി ഡീൻ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ വരുൺ ജി മേനോൻ. വരുൺ സാർ, ഇനി നമുക്ക് അറിയാനുള്ളൊരു കാര്യം, നമ്മൾ കുറേയധികം കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ പറഞ്ഞു അറിയാം. പക്ഷേ അതിൽ കുറേയധികം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും നമ്മുടെ ഈ സംസാരത്തിൽ വന്നിരുന്നു അല്ലേ? അപ്പോ ഒരു CSE സംബന്ധിച്ചിടത്തോളം അവര് ഫെമിലിയർ ആയിട്ടിരിക്കേണ്ട പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഏതാണ്? കമ്പ്യൂട്ടർ സയൻസിൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. അപ്പൊ അതില് നമ്മളിപ്പോ ഒരു കൂടുതലായിട്ട് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിനും വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ലാംഗ്വേജ് ആണ് പൈത്തൺ. പൈത്തൺ ആണ് ഇപ്പോൾ നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിലും ഫസ്റ്റ് സെമസ്റ്ററിൽ ആദ്യം കുട്ടികൾക്കുള്ളത് പൈത്തൺ ആണ്. അപ്പൊ പൈത്തൺ ഈസ് വൺ ഓഫ് ദി പവർഫുൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ ജാവ ഉണ്ട്, സി ഉണ്ട്, സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, അതെ C++ ഉണ്ട്. ഇതാണ് കുറച്ചുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ലാംഗ്വേജസ്. പിന്നെ ഒരുപാട് വേറെ ലാംഗ്വേജസും ഉണ്ട്. പക്ഷേ കമ്പ്യൂട്ടർ സയൻസിലേക്കുള്ള എൻട്രി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ്. പിന്നെ ലോജിക് ഉണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ചിന്തിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ഈ ലാംഗ്വേജ് ഒന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ ജസ്റ്റ് ആ സൊല്യൂഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ഈ ലാംഗ്വേജിന്റെ ജസ്റ്റ് സിന്റാക്സ് മാത്രമേ ഉള്ളൂ. അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ള ഇതുള്ളൂ. ഇപ്പൊ പല ടൂൾസും ഉണ്ട്. നമുക്ക് നമ്മുടെ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷന്റെ ലോജിക്ക് എഴുതി കഴിഞ്ഞാൽ അത് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്ത് തരും. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കണം, ആ ലോജിക്ക് ചിന്തിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടായാൽ മതി. ഓക്കെ സാർ. അതുപോലെ എനിക്ക് ഫൈനലി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാനുണ്ട്. CSE എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാൻ പോകുന്ന കുട്ടികളോട് സാറിന് എന്താണ് പറയാനുള്ളത്?
ഞാൻ ബൈ ചാൻസ് ഞാൻ ഒത്തിരി പ്ലാൻ ചെയ്ത് എൻ്റർ ചെയ്ത ഒരാളല്ല. പക്ഷെ ബൈ ചാൻസ് കമ്പ്യൂട്ടർ സയൻസിൽ വന്ന ഒരാളാണ്. പക്ഷെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ അകത്തുള്ള ഒരു ഭംഗി നമുക്ക് മനസ്സിലായത്. ഒരുപാട് മറ്റേ സിനിമകളിൽ പറഞ്ഞ പോലെ ഒരു തീരം കാണാത്ത ഒരു കടൽ പോലെയാണ്. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ ഇത് പഠിക്കാനുണ്ട്. പക്ഷെ ഏറ്റവും ഭംഗിയുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ എന്നും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഒരുപാട് പുതിയ കാര്യങ്ങൾ എപ്പോഴും പഠിക്കാനുണ്ടാവും. അപ്പോൾ ദാറ്റ് മീൻസ് നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ എന്നും അപ്ഡേറ്റ് ചെയ്യാനും എപ്പോഴും മാറ്റാനും ആ ഒരു കാര്യം പിന്നെയും ബെറ്റർ ആക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അപ്പൊ അത്രയും നമ്മുടെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാണ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മുടെ ഇമ്പ്രൂവ് ആവാണ്. അത് നമ്മുടെ പേഴ്സണൽ ലൈഫിലും റിഫ്ലക്ട് ആവും. നമ്മൾ കുറച്ചുകൂടി നല്ലൊരു ലിവിങ് സ്റ്റൈലിലേക്ക് വരും. ചിന്തിക്കാൻ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം വളരെ സ്മാർട്ട് ആവും. അപ്പൊ ത്രൂ യുവർ ജോബ്, ത്രൂ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫും നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് പവർ എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോ കം ലെറ്റ്സ് ജോയിൻ ആൻഡ് മേക്ക് ചേഞ്ചസ്. സോൾവ് നമ്മുടെ ലോകത്തുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചുറ്റും. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസിലും ടെക്നോളജി യൂസ് ചെയ്ത് പല പ്രശ്നങ്ങൾക്കും ഒരുപാട് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സ്റ്റുഡൻസിന്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വരുന്നത്. അപ്പോൾ അപ്പൊ നമുക്ക് ഒരുമിച്ച് കമ്പ്യൂട്ടർ സയൻസിന്റെ സാധ്യതകളെ യൂസ് ചെയ്ത് നമുക്ക് പല പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോ that's my suggestion. അഡ്വൈസ് അല്ലേ? ഓക്കെ സർ, താങ്ക് യു. അപ്പോൾ ഈ ലോകത്ത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ല, എപ്പോഴും മാറ്റങ്ങളുടെ ലോകം തന്നെയാണിത്. സോ അതിന്റെ ഒരു ഫീൽഡ് തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് നമ്മൾ ഇന്നത്തെ ഉയരയിലൂടെ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ളവർ, നമ്മൾ കുറച്ച് മുൻപ് സാർ പറഞ്ഞ പോലെ കടന്നു വരൂ അല്ലെ? അതെ, ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരും ആൾക്കാരും വരും. അപ്പൊ അത് ആ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് നമ്മുടെ ലൈഫിൽ പല ചേഞ്ചസും നമ്മൾ ഉണ്ടാവും. അപ്പോ എന്തായാലും നല്ല സ്മാർട്ടായിട്ട് ചിന്തിക്കണം, സ്മാർട്ടായിട്ട് നടക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ ഏരിയയിലേക്ക് കടന്നു വരും. ഓക്കെ സാർ, അതുപോലെ എനിക്കും പറയാനുണ്ട് ഒരു ഹ്യൂജ് താങ്ക്സ്. കാരണം എനിക്കൊരു വലിയൊരു ഗുഡ് ടോക്ക് തന്നെ സാറിൻ്റെ അടുത്ത് കിട്ടി. ആൻഡ് താങ്ക് യു ഫോർ ബീങ് വിത്ത് us, സർ. ഇത്രയും വലിയൊരു അറിവുകൾ പറഞ്ഞു തന്നതിനും താങ്ക് യു സോ മച്ച് ഫോർ ദി ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ കൂടെ ഒരുപാട് ഓഡിയൻസിന്, ഒരുപാട് കുട്ടികൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. ഓക്കെ സാർ. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉയരയിൽ ഉണ്ടായിരുന്നത് SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡെപ്യൂട്ടി ഡീനും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പ്രൊഫസറുമായിട്ടുള്ള ഡോക്ടർ വരുൺ ജി മേനോനാണ്. നമ്മൾ എന്തായാലും ഇനിയും ഒരുപാട് പഠന മേഖലകളെ പറ്റി ഉയരയിലൂടെ അറിയുന്നുണ്ട്. Till then, stay tuned to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെ ഉണ്ടായിരുന്നത് അന്ന. 89.6 FM സർഗക്ഷേത്ര.